നിങ്ങൾക്ക് ഞാൻ ഗ്ലാസ് പുട്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരട്ടെ. നമ്മുടെ വീട്ടിലെ പുട്ടുകുറ്റിയുടെ ചില്ല് കാണുന്നില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ പുട്ടുകുറ്റിയിൽ ചില്ലുണ്ട്, പക്ഷെ ഞാൻ കുക്കറിൽ വെക്കണതുകൊണ്ട് എൻ്റെ 2 കുക്കറും ബിസിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഗ്ലാസ് പുട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മളൊരു കുഞ്ഞ് ഗ്ലാസ് എടുക്കുക, ആദ്യം ഗ്ലാസ്സിൽ തേങ്ങ ഇടുക, പിന്നെ നമ്മൾ പുട്ട് കുത്തി നിറയ്ക്കുക. പണ്ട് നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കണ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് കുത്തി അമർത്തി വെക്കുക. എന്നിട്ട് ഏറ്റവും മീതെ നമ്മൾ തേങ്ങാപ്പീരയെ കൂടിയിട്ട് വെക്കുക. ലാസ്റ്റായിട്ട് നന്നായിട്ട് അമർത്താട്ടാ. എന്നിട്ട് തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഇതെൻ്റെ ഐഡിയ അല്ല കേട്ടാ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചെയ്യാമെന്ന്. നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കണ പോലെ മറ്റേ ഇടിയപ്പ ചെമ്പിലേക്ക് നമ്മുടെ ഓരോ ഗ്ലാസ് പുട്ടും കമത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ആവി കയറ്റുക. ഇപ്പം എൻ്റെ ആവി ആയിട്ടുണ്ട്. ഞാൻ ദേ എടുക്കാൻ നോക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് വരണത്. ഞാൻ ആ കുഞ്ഞി സ്പൂൺ വെച്ച് നോക്കിയത് അടപ്പത്ത് ആവി അടിക്കണോണ്ട് എൻ്റെ കൈ പൊള്ളണുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് വലിയ കയ്യിൽ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോ പുട്ടും കഷ്ണവും എടുത്തു. സംഭവം ഈസി ആട്ടാ, നല്ല അടിപൊളിയാണ് പരിപാടി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അഥവാ നമുക്ക് പുട്ടുകുറ്റിയുടെ ചില്ല് കാണുന്നില്ലെങ്കിലും കുക്കർ ഇതുപോലെ ബിസി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ വെക്കാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകാം കേട്ടോ പുട്ട്. അങ്ങനെ എൻ്റെ എല്ലാ പുട്ടും വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലും വന്നിട്ടുണ്ട്. നിങ്ങളും വേണമെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അടിപൊളി സംഭവമാണ്. നല്ല ടേസ്റ്റും ഉണ്ടായി, ഒരു വ്യത്യാസം ഉണ്ടായില്ല.